ഹലോ ഗൈസ്, മലയിൽ മീഡിയയിലെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ചങ്കോൾക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നെത്തിയുള്ളത് ലഗോഷ്യ കാർസ് പെരിന്തൽമണ്ണയിലാണ്. ക്വാളിറ്റി വണ്ടികൾ മാത്രം തെരഞ്ഞെടുത്ത് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പും കൂടിയാണ്. കൂടാതെ എല്ലാ വാഹനങ്ങളും ഏകദേശം 99% വാഹനങ്ങളും സിംഗിൾ ഓണറും അത് ലോ കിലോമീറ്റർ ഓടിയ വാഹനം കൂടിയാണ്. എല്ലാ വാഹനങ്ങളും 100% നോ ആക്സിഡന്റ് വാഹനങ്ങളാണ്. ഒരു ക്ലെയിം പോലും ഇല്ലാത്ത വാഹനങ്ങളാണ്. അതിന് ഷോറൂം ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്താൽ നേരെ ഡീറ്റെയിലേക്ക് കടക്കാം കേട്ടോ. ഷെരീഫ് ഖാൻ മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഷോറൂം കറക്റ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റില് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിലാണ്. ബൈപ്പാസിലെ പൊന്നിയാവർഷം പ്രോപ്പർ സർവേന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന് ഫസ്റ്റ് ഒരു 250 മീറ്റർ നമ്മുടെ ചില്ലീസ് ബൈപ്പാസ് ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ. ഓക്കെ, അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. താഴെ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഷോറൂമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളെന്താ 100% ആക്സിഡന്റ് ഫ്രീ വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു വണ്ടിക്ക് ആക്സിഡന്റ് ഇല്ലാതെ ഗ്യാരണ്ടി പറയാം. 100% ഗ്യാരണ്ടി കൊടുക്കാം. അതെ അതെ. പിന്നെ ഓണർഷിപ്പ് 99% സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. കിലോമീറ്റർ 50 താഴെ വണ്ടികൾ. ചുറ്റോറ് നോക്കുമ്പോ കാണാൻ സാധിക്കുന്നത് മോഡൽ കൂടിയ വണ്ടികളും. അതെ അതെ, എല്ലാവരും 2017 മുകളിലുള്ള വണ്ടികളാണ്. അപ്പൊ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഷോറൂം വാറണ്ടി, അണ്ടർ വാറണ്ടി ഒക്കെ ഒരു 95% വണ്ടികളും അണ്ടർ വാറണ്ടി ഉള്ള. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന വണ്ടികൾ ഇവിടെ ഉണ്ട്. അതായത് ക്രെറ്റ, അതുപോലെ തന്നെ പോളോ. പോളോ നല്ല വണ്ടിയല്ലേ? പോളോ ഓട്ടോമാറ്റിക് GT അല്ലേ? ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് വണ്ടിയാണ്, ഡിമാൻഡുള്ള വണ്ടി. തീർച്ചയായിട്ടും. ഇപ്പൊ വണ്ടി ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഒരുപാട്. പിന്നെ റെഡ് കളറും കൂടിയാണല്ലോ. അതെ അതെ. നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർക്ക് എന്താണ് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമുക്ക് പ്രൈസ് എന്നത് മാക്സിമം അഡ്ജസ്റ്റ് ഫിക്സ്ഡ് പ്രൈസ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് അല്ല. മലയിൽ മീഡിയ കസ്റ്റമേഴ്സിന് വ്യൂവേഴ്സിന് മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് കൊടുക്കുകയും ചെയ്യാം. പ്ലസ് നമുക്ക് ഒരു ഫുൾ ടാങ്ക് ഫ്യൂല്, ഡീസലാണെങ്കിൽ ഡീസൽ, പെട്രോൾ പെട്രോൾ, ഏത് ഫ്യൂൽ ആയാലും ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും. ഇപ്പൊ എണ്ണക്ക് വില കൂടി വ്യൂവേഴ്സിന് മാത്രമേ ഉള്ളൂ, വേറെ ഔട്ട്സൈഡ് വ്യൂവേഴ്സിന് ഇല്ല. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആരും മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ഹുണ്ടായുടെ ക്രെറ്റ. നല്ല സെയിലിംഗ് നടന്നൊരു വാഹനമാണ്. ബ്ലാക്ക് കളർ കൂടി, അതിന് അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും നല്ല അടിപൊളി അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡല് SX എന്ന് പറഞ്ഞ വേരിയന്റ്. അതായത് ടോപ്പിന്റെ ഒരു തൊട്ട് താഴെയുള്ള വണ്ടി. പിന്നെ പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ വണ്ടി കേട്ടോ. ഡീസലാണ് അണ്ടർ വാറണ്ടി. 2025 വാറണ്ടി. അപ്പൊ എടുക്കുന്ന കസ്റ്റമേഴ്സ് നല്ല ധൈര്യമായിട്ട് വണ്ടി എടുക്കും. ഒന്നും ചെയ്യണ്ട, ഡീസൽ അടിക്കുക. പിന്നെ വണ്ടിക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും ആക്സിഡന്റ് ബോഡി വർക്ക് ഒന്നുമില്ല. അപ്പൊ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പിന്നെ കിലോമീറ്റർ 28,000. എല്ലാം പ്രോപ്പർ ജെന്യൂൻ സർവീസ്. അതെ, ലോ കിലോമീറ്റർ. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തോട്ട് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു വാഹനം. അതെ അതെ. പനോറമിക് സൺറൂഫ് ഉണ്ട്. ഇത് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടില്ല, ഇൻബിൽറ്റ് ഷോറൂം കമ്പനി ഇൻബിൽഡ് വരുന്നതാണ്. ബട്ടൺ സ്റ്റാർട്ട് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ, ബ്ലൂ ലിങ്ക് ഉണ്ട്. ബ്ലൂ ലിങ്ക് ഒക്കെ വരുന്നുണ്ടല്ലേ? എയർ ബാഗും വരുന്നുണ്ട്. പനോറമിക് സൺറൂഫോട് കൂടി വരുന്ന വാഹനം. അപ്പൊ ഡീസൽ നിർത്തിയത് കാരണം നല്ല ഡിമാൻഡ് ഉണ്ട്. അതെ അതെ, ഡീസൽ ഉണ്ട് ഇപ്പോ. പക്ഷെ ഈ ഷേപ്പാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. 1.5 എഞ്ചിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ആക്സിഡന്റോ കാര്യങ്ങളോ ഒരു സ്ട്രക്ചറൽ ഡാമേജസോ സ്ക്രാച്ചോ ഒന്നുമില്ല. ടയറൊക്കെ ഒരു 80-90% ടയറും ഉണ്ട്. വലിയ വയർലെസ് ചാർജിങ് ഒക്കെ എല്ലാം ഉണ്ടല്ലേ? അപ്പൊ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ വാഹനമാണ്. അപ്പൊ നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ഈ വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന വില 17,95. 17,95,000 രൂപ. ന്യൂ കാർ 22 രൂപ വില വരുന്ന വാഹനമാണ്. ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ആകെ ഒരു വർഷം പഴക്കമുള്ളൂ. വാറണ്ടി, കമ്പനി വാറണ്ടിയുള്ള വാഹനമാണ്. അപ്പൊ ഏകദേശം ഇത്ര ലോൺ കിട്ടും വണ്ടിക്ക്? ഇത് നമുക്ക് ഒരു 90% ലോൺ ഉണ്ട്. ഒരു 15-16 രൂപ അടുത്ത് ലോൺ കിട്ടും. 15 രൂപ എന്തായാലും കിട്ടും. പിന്നെ കസ്റ്റമർ ബേസ് ചെയ്തിട്ടാണ് ലോൺ കിട്ടുന്നത്. ഒരു നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് നല്ലൊരു ക്വാളിറ്റി വണ്ടി സ്വന്തമാക്കാം. നല്ലൊരു ലെജൻഡർ പരിചയപ്പെടാം അല്ലെ? അതെ അതെ, ലെജൻഡർ അല്ല, ലെജൻഡർ പോലെ ആക്കിയ കൺവേർട്ട് ചെയ്ത് വണ്ടി. പെട്ടെന്ന് നമ്മളെ തോന്നുള്ളൂ കണ്ടാൽ. ഏകദേശം എത്ര ലക്ഷം രൂപയുടെ 2.5-3 ലാഖിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് 2019 നവംബർ 11 മാസം വണ്ടി. പുതിയ ഇൻഷുറൻസ് നവംബറിൽ അപ്ഗ്രേഡ് ചെയ്തു. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക്. പിന്നെ വണ്ടിക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കേരള വണ്ടി. കേരള വണ്ടി. ഫാൻസി നമ്പറും ഫാൻസി നമ്പറും ഉണ്ട്.
പിന്നെ ക്ലെയിമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ. കിലോമീറ്റർ എന്തെങ്കിലും കിലോമീറ്റർ 49,000. 49,000 കിലോമീറ്റർ ഓടിയല്ലേ. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഒന്നും പുതിയ ടയറാണ്, 4 പുതിയ ടയർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, സർവീസ് റീസെന്റ് കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് വണ്ടി ഡീസൽ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. ഒക്കെ ബ്രാൻഡ് ന്യൂ ആണ്. ടയർസും ഇൻഷുറൻസും സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടി പറയുകയാണെങ്കിൽ ഒരു ക്ലൈമോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഫുൾ കട്ട ടയർ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കൂടി ചെയ്ത വാഹനമാണ്. അപ്പൊ തീർച്ചയായിട്ടും എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ്? നമ്മളിത് 39,300 ഫൈനലൈസ് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. മലയാള മീഡിയ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഡിഫറെന്റ് ചെയ്തു തരും ചെയ്യും. ഡീസൽ ഫുൾ ടാങ്ക്. ഡീസലിന് ഇതിനൊരു 6,000 രൂപ ടാങ്ക് കപ്പാസിറ്റി. ലോൺ കിട്ടും? ലോൺ മാക്സിമം ഒരു 30 ലക്ഷം രൂപ നല്ല കസ്റ്റമർക്ക്. ഇനി പിന്നെ ഒരു IT ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ പിന്നെ നമുക്ക് കൂട്ടിയിട്ട് ലോൺ ചെയ്യാം. നല്ല ട്രാക്കും കാര്യങ്ങളും മാക്സിമം ലോൺ 30-32 ഒക്കെ ചെയ്യാം. കസ്റ്റമർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പൊ നല്ലൊരു അടിപൊളി കളറ്. അതെ, സോണറ്റ് പരിചയപ്പെടാം. ഇത് അങ്ങനെ എല്ലാ ഷോറൂമിലൊന്നും കണ്ടുവരാത്തൊരു വാഹനം. അതെ അതെ, സോണറ്റ് GT X Plus, അതായത് GT ലൈൻ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ്. പിന്നെ ഡുവൽ ടൂൺ കളറാ, ബ്ലാക്കും ഈ റോക്കി ബീച്ച് പോലത്തെ കളർ. ഒരു പ്രത്യേകതര കളറാണ്. അതെ, നല്ല ഭംഗിയുള്ള മെറ്റാലിക് കളറാ. അതെ അതെ. വണ്ടി മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2020 മോഡല്, 48,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി, KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ പെട്രോൾ? ഡീസൽ മാനുവൽ, അതായത് മാനുവൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളും? കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, വലിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബോസിന്റെ സ്പീക്കേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ടോപ്പിന്റെ വരുന്ന ബോസിന്റെ സ്പീക്കേഴ്സ് വരുള്ളൂ. ടോപ്പിലേ വരുള്ളൂ കേട്ടോ. മറ്റേ സൺറൂഫും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയറും കൂടിയാണ്. സിംഗിൾ ഓണർ യൂസ് ചെയ്തിട്ടുള്ളൂ. ടയർ കണ്ടീഷൻസ് ഉണ്ട്, ഇൻഷുറൻസ് വാലിഡിറ്റി വാലിഡ് ആണ്. ഡയമണ്ട് കട്ട് അലോയ്, അത് GT ലൈനിൽ വരുന്ന റെഡ് ലൈനിങ് സ്റ്റിച്ചിങ് സീറ്റിലൊക്കെ വരുന്ന റെഡ് എലമെന്റ് എല്ലാവരും വരും. കമ്പനി വാറണ്ടി ഉള്ള വാഹനം കൂടി? അല്ല, വാറണ്ടി ഇപ്പൊ തീർന്നിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രയാണ് ഈ ഡീസൽ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ഇവിടെ ചോദിച്ചത് 11.5 ലക്ഷം രൂപയാണ്. നമുക്ക് 11.4 ഫൈനൽ നെറ്റ് കൊടുക്കാം. 25 ഫൈനൽ കൊടുക്കാം. അതില് നമുക്ക് നെറ്റ് കിട്ടണം അല്ലേ? പിന്നെ എന്തെങ്കിലും നമുക്ക് നേരിട്ട് വരുമ്പോ കസ്റ്റമേഴ്സ് വരുമ്പോൾ കസ്റ്റമർക്ക് വണ്ടി ഇഷ്ടപ്പെടാൻ എന്തായാലും പോകില്ല. പൈസ കൊണ്ട് ഒരു ഫുള്ള് ക്വാളിറ്റി വണ്ടികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ലോൺ മാക്സിമം കിട്ടും, കോംപ്രമൈസ് നമ്മളില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ലോൺ മാക്സിമം കിട്ടുമോ? ലോൺ മാക്സിമം ഒരു 1 ലക്ഷം 1.5 രൂപ മുടക്കണ്ടേ നമുക്ക് മാക്സിമം. 700 സിബിൽ സ്കോറിന് മുകളിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. സിബിൽ സ്കോർ മുഖ്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു ക്രെറ്റ പരിചയപ്പെടാം. ഇത് വൈറ്റ് കളർ ക്രെറ്റ തന്നെയാണ്. ഇത് നമ്മളിപ്പോ നേരത്തെ കാണിച്ച ഡീസൽ ആയിരുന്നു. ഇത് പെട്രോൾ ടർബോ ഓട്ടോമാറ്റിക് ആണ്. അതായത് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. തീർച്ചയായിട്ടും. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ. ഓണർഷിപ്പ് ഒക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് ഉണ്ട്, ഫാൻസി നമ്പർ. പിന്നെ മോഡൽ 2020 മോഡൽ SX ഓപ്ഷൻ തന്നെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട്, സിംഗിൾ ഓണർ. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വാഹനം കൂടിയാണല്ലേ ഇതില്. ഈ ക്രെറ്റയിലാണ് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. അതായത് ബ്ലൂ ലിങ്ക് കാര്യം, പനോറമിക് സൺറൂഫ്, ഇലക്ട്രോണിക് ബ്രേക്ക്, പിന്നെ ലെതർ സീറ്റ്, മറ്റേ ഇതുണ്ടോ, സീറ്റ് വെന്റിലേഷൻ, ഇലക്ട്രിക് സീറ്റ് ഉണ്ടോ? ഇലക്ട്രിക്കൽ സീറ്റ് ഉണ്ട്. വണ്ടി കാണുമ്പോ തന്നെ റേഞ്ചർ ഓവറിന്റെ ഒരു കട്ട് പോലെ ആ രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി വാഹനം തന്നെയാണ്. സിംഗിൾ ഓണർ ആണ്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പനോരമിക് സൺറൂഫോട് കൂടി വരുന്ന വാഹനം. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? അല്ലല്ല, ഓട്ടോമാറ്റിക് ടർബോ ആണ്, DC ട്രാൻസ്മിഷൻ ആണ്. ടർബോ അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഒരു 10ന്റെ മുകളിൽ മൈലേജ് ഒരു 11-ന്റെയും 13-ന്റെയും 14 വരെ മാക്സിമം. ഇതിന് പെർഫോമൻസ് ആവുന്നുണ്ട്. മൈലേജ് പ്രതീക്ഷിച്ച് എടുക്കണ്ട, പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ട്. മൈലേജ് ആഗ്രഹിക്കുന്നവർക്ക് ഡീസൽ വണ്ടി കൊടുക്കാം. ഇത് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പെട്രോൾ വണ്ടി നോക്കാം. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് ആസ്ക് ചെയ്യുന്നത് 16.45. 16,45,000 കൊടുക്കാം അല്ലെ? ഒരു 16.30 വന്ന ഫൈനൽ നെറ്റ് കൊടുക്കാം. അതില് ലോൺ ഒരു 14-14.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. 16 രൂപ എന്തായാലും കൺഫേം ആയിട്ട് കിട്ടൂല്ലേ? നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണ്, നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് മഹീന്ദ്രന്റെ XUV 300 അല്ലേ? ഇത് 300 സേഫ്റ്റി ഒരു 5 സ്റ്റാറും ലഭിച്ചുകൊണ്ട്, അതായത് ചൈൽഡ് സേഫ്റ്റി നെക്സോണിനേക്കാളും മുകളിൽ
റേറ്റിംഗ് വണ്ടിയാണ്. ആളുകൾക്ക് അറിയില്ല ഇതിന്റെ ഇതെന്താ വെച്ചാൽ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ലാണ്ട് അറിയില്ല. ഇത് ഈ സെഗ്മെന്റില് വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടിയാണ് തീർച്ചയായിട്ടും. നെക്സോണിനൊക്കെ ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി ആയാലും പെർഫോമൻസ് ആയാലും ഡിസൈൻ ആയാലും ലുക്കാണ് കാണാം. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ വൺസ് ഒരാൾ യൂസ് ചെയ്താൽ പിന്നെ ഇത് ഒരിക്കലും കൊടുക്കൂല. ഇതിന്റെ ടയർ ആണെങ്കിൽ നല്ല അടിപൊളി അലോയ് ഇത് W6 എന്ന് പറഞ്ഞ വേരിയന്റ്, അതായത് തേർഡ് വേരിയന്റ് ആണ്, സെക്കൻഡ് വേരിയന്റ് ആണ്. അതിൽ തന്നെ സൺറൂഫ് വരുന്ന വണ്ടിയാണ്. സൺറൂഫ് ഉള്ള വണ്ടി, ഇൻബിൽറ്റ് സൺറൂഫ് വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അഡീഷണൽ ടയർ, വൈഡൻ ടയറും അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഇന്റീരിയർ കേട്ടോ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം ചെയ്ത വണ്ടിയാണ്. എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അപ്പൊ എത്രയാണ് ഈ വാഹനത്തിൽ നമ്മൾ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 9,90,000 ആണ്. 9,90,000 രൂപ കൊടുക്കാം. അതിൽ എത്ര ലോൺ ചെയ്യാം? ലോൺ നമുക്ക് ഇതൊരു 8.25 ഒരു 9 രൂപ അടുത്ത് തന്നെ 8.25 കൺഫേം ആയിട്ട് പറയാം. 8.25 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അടിപൊളി കളറും അത് നല്ല കസ്റ്റമർക്ക് 8.25, നോർമൽ കസ്റ്റമേഴ്സിന് 7, 8, സിവിൽ സ്കോർ 600, 700 താഴെയുള്ളവർക്ക് 8 പ്രതീക്ഷ. 750 സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാക്സിമം 9 രൂപ ലോൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വൈറ്റ് ക്രെറ്റ. അത് ഡീസലോ പെട്രോളാ? ഇത് ഡീസലാണ്. SX ഡീസൽ, സൺറൂഫ് എന്ന് പറയുന്ന സൺറൂഫ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ ഉണ്ട്. ഫാൻസി നമ്പർ തന്നെയാണ് ഇത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 39,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ. ഡീസലൊക്കെ ലോ കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ വളരെ സർവീസ് പാക്കേജ് കൊണ്ടുള്ള വണ്ടിയാണ്. അപ്പൊ സർവീസ് കമ്പനി ഫ്രീയാ. ഒരു വർഷം കൂടി സർവീസ് ഫ്രീ ഉണ്ട്. 2025 വരെ സർവീസ് ഫ്രീ ഉള്ള വണ്ടി, പാക്കേജ് ഉള്ള വണ്ടി. ഒരു സ്ക്രാച്ചോ സീറോ ക്ലെയിം ആ വണ്ടി, ഇതുവരെ ക്ലെയിം കൊടുത്തിട്ടില്ല. ഒന്നുമില്ല അല്ലെ? നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി സൺറൂഫും കാര്യങ്ങളും, പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. SX അല്ലേ? മാനുവൽ ആണല്ലോ വണ്ടി. വയർലെസ് ചാർജർ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ വാഹനം കൂടിയാണ്. സീറോ ക്ലെയിം ആണ്. ഇത്ര നമ്മൾ ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് ഒരു ഫൈനലൈസ്ഡ് ഒരു 15,80 കൊടുക്കാം. 15,80,000 ഫൈനൽ നെറ്റ് പ്രൈസ് ആണ്. അതിൽ പ്രൈസ് കുറയാനൊന്നുമില്ല. നിങ്ങളെ കസ്റ്റമേഴ്സിനുള്ള മാക്സിമം പ്രൈസ്. ഡീസലിനൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. പുതിയതിന് ഏകദേശം 22 രൂപ പ്രൈസ് വരുന്നുണ്ട്. തീർച്ചയായും പുതിയ ഒരു ക്രെറ്റ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഒരു 7 ലക്ഷം രൂപയുടെ ലാഭം നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടും. അപ്പൊ നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ വണ്ടിയുടെ അതേ ഫീൽ തന്നെ കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടി. ഫിനാൻസ് മാക്സിമം കിട്ടൂലേ? ഫിനാൻസ് 14 ലക്ഷം രൂപ ഫിനാൻസ്. അപ്പൊ 1 രൂപ 1.5 രൂപന്റെ ഉള്ളിൽ മുടക്കിയാൽ മതി. മുടക്കുകയാണെങ്കിൽ നല്ല ക്രെറ്റ സ്വന്തമാക്കാം കേട്ടോ. കട്ട് ചെയ്തു ഇതെടുക്കുക. അപ്പൊ ചെറുവണ്ടി നോക്കണവർക്ക് ലേഡീസിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് ടിയാഗോ. ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ ഓട്ടോമാറ്റിക്. അത് XZ A+ മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. 2020 മോഡൽ. 2020 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ടയറുണ്ട്, പുതിയ ടയറാണ്. ഇൻഷുറൻസ് നിലവിൽ ബ്രേക്ക് ആണ്. നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. ഡെലിവറി സമയത്ത് പുതിയ എടുത്തു കൊടുക്കാം. അടിപൊളി നല്ല ഡയമണ്ട് കട്ട് അലോയ് വീലും വരുന്നുണ്ട്. നല്ല ക്യൂട്ട് ലുക്കാണ്, നല്ല അടിപൊളി കളറും. പിന്നെ വണ്ടിക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം. ക്ലെയിമോ പെയിന്റിംഗ് വർക്ക് ഒന്നും ചെയ്തില്ല. നല്ല ക്വാളിറ്റി വാഹനമാണ് കേട്ടോ. സിംഗിൾ ഓണർ ആണ്. നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ സീറ്റ് കവർ കമ്പനി സീറ്റ് തന്നെയാണ് വരുന്നത്. നല്ല അടിപൊളി ഇന്റീരിയർ തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി കൂടിയാണ്. ഇതിന് എത്ര നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 6,35,000 ആണ്. ഓട്ടോമാറ്റിക് വണ്ടിക്ക് അല്ലേ? ഒരു 6,15 ഫൈനൽ നെറ്റ് 6,20 നെറ്റ് കൊടുക്കാം. 6,20,000 കിട്ടിയ വണ്ടി കൊടുക്കാം. ഇതിന് ലോൺ കിട്ടൂലേ? ഇതുപോലെ ലോൺ. ഇതുപോലെ 5,5,15 വരെ 5,30 വരെ ലോൺ കിട്ടും. ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഒരു ഫാമിലി കാർ സ്വന്തമാക്കാം. ഇതൊക്കെ വെച്ചാൽ നല്ല ഓൺ റോഡ് പ്രൈസ് ഇപ്പൊ വണ്ടി 9 ലക്ഷം രൂപയാണ് ഇന്നത്തെ ബിൽ റേറ്റ്. അപ്പൊ മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ കാരണം ഇവർ ലോണുകാർ ഇതിന്റെ ഇൻവോയ്സ് ആണ് നോക്കുക, ന്യൂ കാറിന്റെ പ്രൈസ് ആണ് നോക്കുക. അപ്പൊ അത്രയും എമൗണ്ട് വരുന്ന വണ്ടിയല്ലേ, മോഡൽ കൂടി വണ്ടി മാക്സിമം ലോൺ കയറും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു ഓഫറിൽ ഒരു വണ്ടി കാണിച്ചു കൊടുക്കാം. ഈ വാഹനം എടുക്കുന്നവർക്ക് അങ്ങോട്ട് നമുക്ക് പൈസ കൊടുക്കാൻ സാധിക്കും. ഒരു റയർ പീസ് ആണ് ഈ വണ്ടി. നിസാന്റെ കിക്സ്. അത് പക്ക SUV ആണ്. ഇത് ഒരു ഷോറൂമിൽ കണ്ടുവരാത്തൊരു ഇത് കൂടുതലും ഈ പിന്നെ ഗൾഫ് കൺട്രീസിൽ വരുന്ന വണ്ടിയാണ് കൂടുതലും നിസാന്റെ. നിസാൻ പ്രേമികൾക്കുള്ള ഒരു വാഹനം. പിന്നെ ഇതിന്റെ പ്രത്യേകത പെട്രോളിനാണ് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഇതിന്റെ ഡീസൽ ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇത് പെട്രോൾ ആണ്, ഒരു മെയിൻ്റനൻസും ഇല്ല. ടയറൊക്കെ നല്ല. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെയായിരുന്നേ. ഇത് 2019 മോഡല് XV എന്ന് പറഞ്ഞ പേരുണ്ടാ. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ
കിലോമീറ്റർ ഓടിക്കുന്നത് വന്നിട്ട് 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ. 35. ഓക്കെ. നല്ല ഒരു സ്ക്രാച്ചോ ഒന്നും കാണാൻ സാധിക്കില്ല, ഡെന്റോ ക്രാക്കോ ഒന്നും ഇല്ലാത്ത വാഹനം കൂടിയാണ്. പിന്നെ സിംഗിൾ ഓണർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി തീർച്ചയായിട്ടും. ഇൻഷുറൻസ് ഡെലിവറി സമയത്ത് എടുത്തു കൊടുക്കാം അല്ലേ? ഈ ആഴ്ചയാണ് ഇൻഷുറൻസ് ബ്രേക്ക് ആയത്. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ആ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വാഹനമാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതെ, ബോഡി ക്വാളിറ്റിയും വണ്ടി പെർഫോമൻസും ഈ ഒരു പ്രൈസിന്, ലോ പ്രൈസിന് SUV ഈ ബ്രാൻഡിൽ തന്നെ കിട്ടുള്ളൂ. വേറെ ഈ പ്രൈസിന് ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നമ്മൾ SUV കൊടുക്കുന്നത്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 7,400 നമ്മൾ ചോദിച്ചത്. ഫൈനൽ നെറ്റ് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാം. അതൊരു ഓഫർ പ്രൈസ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും 7,400 കുറച്ച് ആരും പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് ലോണ് എടുക്കുന്ന കസ്റ്റമർ ചിലപ്പോൾ പൈസ ഇട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ബ്ലാക്ക് കളർ കറക്റ്റ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇതും 2020 മോഡൽ 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അതെ, സിംഗിൾ ഓണർ വണ്ടി. നല്ല ഡീസൽ വണ്ടി SX. അതായത് ഇപ്പൊ 22 രൂപ പ്രൈസ് വരുന്ന വണ്ടി. 22 ലക്ഷം രൂപ പ്രൈസ് വരുന്ന വണ്ടി. അതെ. നല്ല അടിപൊളി ബ്ലാക്ക് കളറ്. ഒരു സ്ക്രാച്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ടയർ ഒരു 80% ടയറും വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അതിനൊരു ബിഗ് സൺറൂഫും വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. സീറ്റ് കവർ കമ്പനി സീറ്റ് ആണ്. കമ്പനി വരുന്ന സീറ്റാണ്. നല്ല മുന്നേ പറഞ്ഞ പോലെ തന്നെ 3 വണ്ടി SX ആണ്. ആ വണ്ടി മാത്രം SX ഓപ്ഷൻ ആണ്. ഓക്കെ. ഒരുപാട് ഫീച്ചേഴ്സും കൂടി അടങ്ങിയ വയർലെസ് ചാർജർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ബ്ലൂ ലിങ്ക് ഒക്കെ വരുന്നുണ്ട്. വാഹനം കൂടിയാണ്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? 16,40. 16,40,000 രൂപ കൊടുക്കാം. അതിൽ ലോൺ എത്ര ചെയ്യാം? ഇതിന് ലോൺ 14 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ഓക്കെ. അപ്പൊ ചെറിയൊരു 40,000 രൂപ പറ്റുമോ? അതെ, 1,40,000 ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു പോളോ പരിചയപ്പെടാം. നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള വണ്ടിയിലെ ഷോറൂമിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് മാർക്കറ്റിൽ പോളോ GT. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡല്. 18 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. എത്ര കിലോമീറ്റർ ആണ്? കിലോമീറ്റർ 58,000 കിലോമീറ്റർ. ഷോറൂമില് സെക്കൻഡ് ഓണർ ആണെന്ന് കാണുന്ന ആദ്യത്തെ വണ്ടി അല്ലേ? അതെ. 56,000 കിലോമീറ്ററോ? 58,000 കിലോമീറ്റർ ഓടിയിട്ട് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം. ഒരു പെയിന്റിംഗ് ക്ലെയിം ഉള്ളൂ, വേറെ ക്ലെയിമുകളൊന്നും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേറെ ഡാമേജ് ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇവൻ ഒരു സ്ക്രാച്ച് പോലും ഇല്ല വണ്ടിയിൽ. നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇവൻ ഒരു പോളിഷ് പോലും വണ്ടി ചെയ്തിട്ടില്ല. വന്ന അതേ കണ്ടീഷൻ. ഒരു വാട്ടർ സർവീസ് കസ്റ്റമർ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതേ കണ്ടീഷൻ. കാരണം റീഫർബിഷിംഗ് വർക്ക് ഒന്നും ചെയ്യാതില്ല. ഒരു വാട്ടർ സർവീസ് മാത്രം ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് വണ്ടി ഷൈനിങ്, അതേ ഷൈനിങ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ GT-ന്റെ കാര്യത്തിൽ മൈലേജിനെ കുറിച്ച് ആരും നോക്കൂല. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും എത്ര മൈലേജ് കിട്ടുന്നു. ഇത് മൈലേജ് ഒരു സിറ്റി ഡ്രൈവർ 10-11 പ്രതീക്ഷ മതി. ഹൈവേ ഡ്രൈവർ 13-നുള്ളിൽ മാക്സിമം 10 പ്രതീക്ഷ മതി നോർമൽ ഡ്രൈവിന്. ഇതിന് മൈലേജ് നോക്കുന്നതിന് അർത്ഥമല്ല, ആരും നോക്കൂല. ഇത് കാരണം 10 പെർഫോമൻസ് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതെ, ഇത് മാർക്കറ്റിൽ ഇനി വണ്ടി ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടികൾ ഇല്ലാന്ന് തന്നെ പറയാം. ഇതിന് ഇത്ര കിലോമീറ്റർ ഓടുന്ന വണ്ടി ഇല്ല. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് റെഡ് കളർ ആണെന്നുള്ളത്. ഈ കളറിനാണ് ഫ്ലാഷ് റെഡ്. നല്ല അടിപൊളി കളറും പെട്ടെന്ന് റോഡ് പ്രസൻസ് കൂടി മോഡിഫിക്കേഷൻ ചെയ്ത വേറെ ലെവൽ കൂടി. അടിപൊളി പെർഫോമൻസ് അത്രയും DSG ഗിയർ ബോക്സ് 7 സ്പീഡ് വരിക. 7 സ്പീഡില് അതാണ് ഇതിന് ഇത്രയും ഡിമാൻഡ്. ഇപ്പൊ 20-ന് ശേഷം ഒരു ടോർക്ക് കൺവെർട്ടർ വരിക. അത്ര ഡിമാൻഡ് ഇല്ല വണ്ടിക്ക്. ഇത് അത്രയും പെർഫോമൻസ് കൂടിയ വാഹനം. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപ. 9.5 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനൽ നമുക്ക് 9.35 കൊടുക്കാം അല്ലേ? പ്രൈസ് ആരും കൂടുതലാന്ന് പറയുന്നത് ഇത് റയർ ആണ് കേട്ടോ. ഇത് റെഡ് കളർ ആവുന്ന ഇത്രയും പ്രൈസ് വണ്ടി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ഹോണ്ട സിറ്റി പരിചയപ്പെടാം അല്ലേ? അതെ. ഇതിപ്പോ ഡോക്ടർ സ്റ്റിക്കർ കാണുന്നുണ്ടല്ലോ. സ്റ്റിക്കർ കാണുന്നുണ്ട്. ആള് ഡോക്ടർ തന്നെയാണ്, അതിലൊന്നും കാര്യമില്ലല്ലോ. അതൊന്നും ഇപ്പൊ നോക്കില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 ZX ആണ്. ZX പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. CVT ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 67,000 കിലോമീറ്റർ. ഫാൻസി നമ്പർ. പീരിയോഡിക്കൽ സർവീസ് കറക്റ്റ് ചെയ്തു പോകണം. ഷോറൂം മാത്രം ചെയ്തു പോകണ വണ്ടിയാണ്. പക്ക സർവീസ് വണ്ടി. നല്ല അടിപൊളി രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൊക്കെ 90% ടയർ തന്നെ പറയാം. അലോയ് വീലും ഡയമണ്ട് ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ലെതർ സീറ്റ്, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്.
അപ്പൊ ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മളിവിടെ ചോദിക്കുന്ന വില നമുക്ക് ഫൈനലൊരു 890 കൊടുക്കാം. 890 കൊടുക്കാം. ഓക്കെ, നല്ല റേറ്റ് ആണല്ലോ. ഈ പ്രൈസ് എവിടെയും ഉണ്ട്, മാർക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല. അതാണ് നമ്മൾ ചോദിച്ചേ. ഇത് ബാക്കിൽ ടിവി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അതിൽ എത്ര ലോൺ ചെയ്യാം നമുക്ക്? ഇതും ഏകദേശം 8.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 860. ചെറിയ ചായ പൈസ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ്. നല്ല ട്രാക്കിൽ കസ്റ്റമർ ഫുൾ ലോൺ തന്നെ മാക്സിമം 750 മേലെ സിബിൽ സ്കോറിൽ ഫുൾ ലോൺ കിട്ടും. 700 സിബിൽ സ്കോറുള്ള ആളുകൾക്ക് എന്തായാലും നമുക്ക് 8.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. തീർച്ചയായിട്ടും. നല്ല പ്രൊഫൈൽ, നല്ല കസ്റ്റമർ ട്രാൻസാക്ഷൻ ITR എന്തായാലും ഫുൾ ലോൺ കയറില്ല. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു അർബൻ ക്രൂയിസർ പറയാം അല്ലേ നമുക്ക്? അർബൻ ക്രൂയിസർ ഓട്ടോമാറ്റിക്. റീബ്രാൻഡിങ് ആണല്ലോ. വണ്ടി ഡീറ്റെയിൽസ് 2021 പ്രീമിയം ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്, സിംഗിൾ ഓണർ, വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. നല്ല അടിപൊളി ടയർ. 13,000 കിലോമീറ്റർ ഓടിയ ടയർ. അതെ, ഫസ്റ്റ് ടയർ. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ ഡീഫോഗർ, പിന്നെ റിയർ വൈപ്പർ തൊട്ട് എല്ലാ ഫീച്ചറും ഫാൻസി നമ്പറും വരുന്നുണ്ട്. പിന്നെ ടയറൊക്കെ ഡയമണ്ട് കട്ട് അലോയ് കമ്പനി കൊടുത്തിട്ടുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ പറയണെങ്കിൽ പുത്തൻ വണ്ടി എങ്ങനെ എടുക്കണം അതുപോലത്തെ ഇന്റീരിയർ. സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ സ്റ്റീരിയോ കോസ്റ്റ്ലി സ്റ്റീരിയോ കമ്പനി വരുന്ന സ്റ്റീരിയോ. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചറും. CVT ട്രാൻസ്മിഷൻ ആണ്. CVT ആണല്ലേ? അപ്പൊ ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാം. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 1195 ചോദിക്കുന്നുണ്ട്. 1180 നെറ്റ് ഫൈനലൈസ് കൊടുക്കാം. 1180 ഉണ്ടെങ്കിൽ ഫൈനലായിട്ട് കൊടുക്കാം. നല്ല പുത്തൻ വണ്ടി. വെറും ഡീസൽ അല്ലേ? അല്ല, ഡീസൽ പെട്രോൾ ആണ്. ഡീസൽ ആണല്ല. ഡീസൽ ആണല്ലേ? കിലോമീറ്റർ 13,000. വെറും 13,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ? ഇതിപ്പോ വണ്ടി ഇറങ്ങുന്നില്ല. അപ്പൊ ഹൈ റൈഡർ ഇറങ്ങുന്നത്. ഹൈ റൈഡർ ആണല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അമേസ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് ആയി വണ്ടിന്റെ. ഇത് 2021 മോഡല്. 21 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയില്ലേ? കിലോമീറ്റർ ഓടിക്കുന്നത് വന്നിട്ട് 46,000 കിലോമീറ്റർ. 46,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയില്ലേ? അതെ. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലെയിം പറഞ്ഞാൽ ബോഡി പെയിന്റിംഗ് ക്ലെയിമേ ഉള്ളൂ. വേറെ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലേ? ഓക്കെ. ഓപ്ഷന് ഇത് ഓപ്ഷൻ വരുന്നത് ബി CVT, അതായത് ഓട്ടോമാറ്റിക്. ഡീസൽ പെട്രോളാ? പെട്രോൾ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് തൊട്ട് എല്ലാ ഫീച്ചറും വരുന്ന വാഹനമാണ്. നല്ല അടിപൊളി ആംബിയൻ ലൈറ്റ്. കമ്പനി ലൈറ്റ് ആണ് അത്? അല്ല, അത് അഡീഷണൽ. അടിപൊളി ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളിവിടെ ചോദിച്ചത് എത്രയാണ്? ഫൈനൽ 8,400 കൊടുക്കാം. 8,4 ലക്ഷം രൂപ കൊടുക്കാം. നല്ല ക്വാളിറ്റി വാഹനം തന്നെയാണ് കേട്ടോ. മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ഒരു 7 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 7 ലക്ഷം രൂപ വരെ 85% ലോൺ ചെയ്യാം. ലോണും കിട്ടുന്ന വാഹനം കൂടിയാണ്. അപ്പൊ വീണ്ടും ഒരു അർബൻ ക്രൂയിസർ. ഇത് ഡീറ്റെയിൽസ് 2021 മോഡൽ തന്നെ. ഇത് മാനുവൽ ആണ്. മാനുവൽ ആണല്ലേ? പെട്രോളിന്റെ മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടി. പ്രീമിയം ആണ്. മറ്റേ നമ്മൾ കാണിച്ച വണ്ടിയാണ്. സെയിം വണ്ടി, മാനുവൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതേ കമ്പനി സീറ്റ് കവറോട് കൂടി വരുന്ന വാഹനമാണ്. പിന്നെ നല്ല അടിപൊളി സ്റ്റീരിയോ തൊട്ട് എല്ലാ ഫീച്ചറും വാഹനമാണ്. ഇത് എത്രയാണ് ആസ്കിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 9,95. 9,95,000 രൂപ ബഡ്ജറ്റ് പ്രൈസ് ആണ്. തീർച്ചയായിട്ടും. മറ്റേന് 11 വെക്കുന്നുണ്ട്. അത് പിന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. വണ്ടി. അത് ഓട്ടോമാറ്റിക് CVT ആണ്. വണ്ടിയാണ്. ഇത് മാനുവൽ ആണ്. അതിന്റെ ഒരു വ്യത്യാസം. വേറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം. ഗിയർ ബോക്സ് മാത്രം മാറ്റുന്നേ ഉള്ളൂ. ലോൺ കിട്ടും. ലോൺ ഒരു 8.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 8.5 ലക്ഷം രൂപ ലോൺ. ലോണിന്റെ കാര്യം എന്ന് വെച്ചാൽ ലോൺ കസ്റ്റമർ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് മേലെ ലോൺ കിട്ടും. കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ അവരുടെ ട്രാൻസാക്ഷൻസും മുന്നേ ലോൺ എടുത്തിട്ട് ഡ്യൂസ് ഉണ്ടോ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ വീണ്ടും മേലെ കയറും. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ XV300 പരിചയപ്പെടാം അല്ലേ? W8 ഓപ്ഷൻ വണ്ടി. W8 എയർ ബാഗ് എത്ര? എയർ ബാഗ് 7 എയർ ബാഗ് വരുന്ന വണ്ടി കേട്ടോ. ഡയമണ്ട് അലോയ് വീലും വരുന്നുണ്ട്. അതെ. പിന്നെ പുറകുവശത്തോട്ട് വരാണെങ്കിൽ ഇതൊക്കെ കമ്പനി കൊടുക്കുന്നതാണോ? അതൊക്കെ എക്സ്ട്രാ 70,000 രൂപയുടെ ആക്സസറീസ് കമ്പനി ചെയ്തിട്ടുണ്ട് അല്ലേ? മാറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോ ടയർ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി? വെറും 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അപ്പൊ സിംഗിൾ ഓണർ. W8 ഏറ്റവും ടോപ്പ് എൻഡ് ലെതർ സീറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഒരുപാട് ഫീച്ചേഴ്സ്. ഫ്രഷ് പുത്ത സ്മെല്ല് പോലും പോവാത്ത വണ്ടിയാണ്.
പിന്നെ എന്താ നല്ല അടിപൊളി സൺറൂഫും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി ഈ ക്വാളിറ്റി. സെഗ്മെന്റിലെ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി. അതെ, ഈ സെഗ്മെന്റിൽ അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. സീറ്റ് നല്ല ഉഷാറ് സീറ്റ്, നല്ല അടിപൊളി സൺറൂഫ്, ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു വാഹനമാണ്. എത്രയാണ് നമ്മൾ ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 12.5 ലക്ഷം രൂപ ഫൈനലാക്കി നമ്മൾ ചോദിക്കുന്നത്. പുതിയതിന് എത്ര വരുന്നുണ്ട്? അപ്പൊ പുതിയതിന് വണ്ടി 17 ലക്ഷം രൂപ എന്ന് ബിൽഡ് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ പുതിയ എടുക്കുന്നവർക്ക് ഏകദേശം ഒരു 2 വർഷം പഴക്കമാകുമ്പോൾ തന്നെ 5 ലക്ഷം രൂപ 5 ലക്ഷത്തിന് കുറവാണ്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് ഇനി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇത്രയും പൈസ പോകില്ല. കമ്പാരിറ്റീവ്ലി 2 വർഷം കൂടുമ്പോൾ ഇനി വില കൂടുമല്ലോ. അപ്പോ ഡീസൽ ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഈ 5 ലക്ഷം രൂപ ഡിപ്രസിഷൻ വന്നല്ലോ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ. ഇതിനിപ്പോ എത്ര മൈലേജ് ഒക്കെ കിട്ടും? മൈലേജ് ഒരു 20 കിലോമീറ്റർ ഷുവർ മൈലേജ്, 18-20 ഷുവർ. സേഫ്റ്റി, പിന്നെ ഇതിന്റെ മെയിൻ്റനൻസ് കുറവ്, ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് വണ്ടി നെക്സോണിനേക്കാൾ ക്വാളിറ്റി കൂടി ഉണ്ട്. അതെ, നമ്മള് പൊടിയൊക്കെ ഉള്ളത് ഇപ്പൊ അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് വാശി ചെയ്യുന്നുണ്ടല്ലോ, നല്ലൊരു കരിമ്പുലിക്കണ പോലെ. അതെ അതെ. ഓക്കെ, എത്ര ലോൺ കിട്ടും വണ്ടിക്ക്? ഇത് ഏകദേശം ലോൺ നമുക്കൊരു 10-10.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 10 ലക്ഷം രൂപയുടെ 11 വരെ നല്ല കസ്റ്റമറിന് ട്രൈ ചെയ്യാം. ഓക്കെ, നല്ല അത്യാവശ്യം ട്രാക്കും കാര്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം ഫുൾ ലോൺ വരെ പാസ് ആവുന്ന വണ്ടിയല്ലേ? അതെ, ഒരു 1 ലക്ഷം രൂപ മുടക്കണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊടുക്കാം. അതെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫുൾ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റെയർ ആണ്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. പിന്നെ ആരും മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസലും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.